വരെ നമ്മളൊന്ന് ലൈവിൽ വന്നുകൊണ്ട് ഇതേവരെ ഒരു ഓസിയും സാധനം പറഞ്ഞിട്ടില്ല. ഇവനാണ് ഈ പറയുന്ന കോഡ് കൊമ്പൻ്റെയിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അത് ഒറ്റ വട്ടമായിട്ട് ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയത് ഈ പറയുന്ന മാരി തന്നെയാണ്. ഇവൻ തന്നെയാണ് അതിൻ്റെത്, മനസ്സിലായോ? അല്ലാതെ ഞാൻ ഒരാളെയും ഇരുന്നാണ്ട് ഇതേമാതിരി ഓസി കൊണ്ടുവന്നുകാണ്ട് ലൈവിൽ ഇരുന്നുകാണ്ട് നാറ്റിക്കണമെന്നൊന്നും ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈവിൽ എടാ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൊട്ടനായില്ലടാ. ഞാൻ എന്താ ഒരാളെ കരിയർ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈഗിൾ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടൊരു പൊസിഷനിൽ നിന്നാണ്ട് സ്ട്രീം ചെയ്യാണ്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ തിങ്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്നുകാണ്ട് ഈഗിൾ സ്ട്രീം ചെയ്യുമ്പം ഞാൻ ഈഗിളിനെതിരെ ഇപ്പോൾ എന്തൊരു സാധനം കൊണ്ടുവന്നിട്ടാലും നിങ്ങൾ അവനെ ഇഷ്ടപ്പെടുന്ന അത്രയും ഓഡിയൻസ് എന്തിനാണെന്നുണ്ടെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് ഈഗിളുടെ കൂടെ നിൽക്കുള്ളൂ. ഈഗിളിനെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ നോക്കുകയാണെന്ന് കരുതി ഞാൻ പൊട്ടനായിങ്ങാണ്ട് ഞാൻ തൊലയുന്നല്ലാതെ എനിക്കെന്തേലും സംഭവിക്കുമോ? അഥവാ എനിക്കെന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടായിമെന്ന് എനിക്ക് അവനെ ഊമ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു സാധനം മാത്രമേ പബ്ലിക്ക് ഒരു സാധനം കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ ഈ സാധനം എന്തായാലും ഞാൻ ചെയ്യൂല. അപ്പം ഇങ്ങനത്തെ ഈ പറയണ ഒപ്പം നിൽക്കുന്ന ആൾക്കാരതും അല്ലെങ്കിൽ ഓസി ആയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ പോക എന്നുള്ളതൊക്കെ ഫീഡ് ചെയ്ത് തന്നീനതൊക്കെ MRC നിന്നീന സമയത്ത് ഫീഡ് ചെയ്ത് തന്നീനൊക്കെ ഒമാരന്നെ. പിന്നെ ഒരു പെർട്ടിക്കുലർ ടൈം എത്തിയപ്പം ഫ്ലഫിങ് ഗോഡൊക്കെ തിരിച്ച് ഗ്യാങ്ങിൽ കയറുന്ന സമയത്ത് അവർ പറഞ്ഞതാണ് ഓസി ആയിട്ട് പോകരുത്. സ്പീഡോൻ്റെ ഇതേമാതിരി സ്പീഡോ അമ്പത്തൂരിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഇന്നേ വരെ MRCൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പം RC7 തുടങ്ങാൻ പോകണം നമ്മളെ ലൈവെന്നോ ഒരാളെ പറ്റി ഒരു ഓസിയും പറഞ്ഞിട്ടില്ല. അത് ചെയ്യരുത് എന്ന് നമ്മൾ തീർത്തും വിചാരിച്ചതുകൊണ്ടാണ് നമ്മൾ ആ ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. നമുക്ക് ഇങ്ങനെ അല്ല ഇത് പോകേണ്ടതെന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. നമുക്ക് ന്യൂ ടു RP ആണ്, ന്യൂ ടു കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് അറിയാത്ത കുറേ മിസ്റ്റേക്കുകൾ പറ്റിക്കണം. ആ മിസ്റ്റേക്ക് ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യാനാവില്ല എന്ന് കരുതിയതുകൊണ്ട് തന്നെയാണ് ഇത് ഫുള്ളി വൈൻഡപ്പ് ചെയ്തത്, മനസ്സിലായോ? നമ്മളെന്തായാലും ആ സാധനത്തിൽ അങ്ങനത്തെ രീതിയിൽ പോകൂല. പിന്നെ ഇവനോടെന്തോ ഞാൻ PC ചോദിച്ചു എന്ന് പറഞ്ഞത് ആ സാധനം കാണിച്ചു തരാം. ഇതിൽ ആരും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ജെന്യൂനാണ്, ഇതൊന്നും ഒറിജിനൽ ആണെന്നൊന്നും കരുതണ്ട. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു എന്തോ ഒരു പെണ്ണ് കേസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതൊന്നും ഇല്ല. അതൊക്കെ ഫേക്കാണ്, കുറേ സാധനങ്ങൾ ഫേക്കാണ്, മനസ്സിലായോ? അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ അലിഗേഷൻസ് മാത്രമാണ്, ചുമ്മാ അലിഗേഷൻസ്. ഇതിൻ്റെ പേരിൽ ഇനി വെറുതെ ബ്ലെയിം ചെയ്യാൻ നിൽക്കണ്ട ആരെയും. KVN ഒന്നും ബ്ലെയിം ചെയ്യാൻ നിൽക്കണ്ട. എനിക്ക് ഇവരുടെ അടുത്തൊന്നും എനിക്കൊരു ഹെയ്റ്റോ അല്ലെങ്കിൽ ഒരു കാര്യമല്ല, ഈ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാനും ഞാൻ വിചാരിച്ചതല്ല. ഇതിപ്പോൾ ഇന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് മാരിൻ്റെ അടുത്ത് നിങ്ങൾ കാണണം, വെയിറ്റ് പ്രൂഫില്ലാതെ വന്നുകൊണ്ട് വെറുതെ ഇരുന്നുകൊണ്ട് കുണച്ച് പോണ പരിപാടി എനിക്കില്ല. ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയ ദിവസം എന്ത് മരിച്ചേക്കെ VC വാ എന്നെ ഈ മേലെ വിളിക്കരുത് പറഞ്ഞു. ഞാൻ നിൻ്റെയൊക്കെ നല്ലത് നോക്കിയൊക്കെ എന്നെ വേണം പറയാൻ. ചുമ്മാ ഇത് മാത്രമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവനോടത്ത് ഞാൻ ആരോടത്ത് ഒന്നും റാംബോനോട് സംസാരിക്ക് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞല്ലാതെ വേറൊരു ഇഷ്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് തീർത്തും ആരോടത്തും ഞാൻ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങണതിൻ്റെ റീസൺ ഒന്നും പറയാതെ തന്നെയാണ് ഇറങ്ങിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവന് 12-ാം തീയതി 2:42 2:45 ഞാൻ മെസ്സേജ് നീ എന്താ വിളിക്കാഞ്ഞതെന്ന് വെച്ചാണ്ട്. അഥവാ ഇവൻ ലാസ്റ്റ് ഇട്ട മെസ്സേജ് ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കുക, കാറിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ വീട്ടിലെത്തിയിട്ട് പിന്നെന്താ വിളിക്കാഞ്ഞെന്നുള്ളത് ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞ് നിങ്ങൾ ടൈം ഫ്രെയിം നോക്കണേ. ഇത് ചാറ്റ് ഡിലീറ്റ് ഒന്നല്ല, ഒരു ചാറ്റ് ഇതിൽ ഡിലീറ്റ് ആക്കിയിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് വെയിറ്റ് ഇതിൽ ഞാൻ എന്താ പറയുക അതത്രേ ഉള്ളൂ. മേലത്തെ ചാറ്റ് നോക്കേണ്ട ആവശ്യമില്ല. എന്താ വിളിക്കാഞ്ഞ് ചോദിച്ചു, അത് ടൈം ഫ്രെയിം നോക്കണേ. 2:42 ഞാൻ പറഞ്ഞത് എന്താ വിളിക്കാഞ്ഞത്. 3:57 അഥവാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ PC റിട്ടേൺ അയക്കണേന്ന് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ നടന്നു, അത് എനിക്ക് പറയാൻ താല്പര്യമില്ല. അത് ചാറ്റിലില്ല, അത് ഫോൺ കോൾ ആയിരുന്നു. അത് പേഴ്സണലി താല്പര്യമില്ല, ആർക്കും സംസാരിക്കാൻ ആർക്കും താല്പര്യമില്ല. സ്ക്രീൻ ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്, സ്ക്രീൻ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത് അയക്കാം 2 ഡേയ്സ് ഡാറ്റ എല്ലാം മാറ്റാനുണ്ട് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, എടാ PC ഒന്ന് അയക്കണേ നാളെ. 1 വീക്ക് എടുക്കും ഷെയ്ക്കേ, ചേട്ടൻ ലാപ്പ് കൊണ്ട് പോയേക്കുക, IVക്ക് പോയേക്കുവാണ്, ഡാറ്റ മാറ്റിയിട്ടുമില്ല, അവൻ 1 വീക്ക് ആവും വരാൻ, ഡാറ്റ മാറ്റിയിട്ട് അയച്ചരാറുന്നു. 1 വീക്ക് നടക്കൂലടാ, ഇവിടെ അത് കൊടുത്തിട്ട് വേറെ PC എടുക്കാൻ അർജൻ്റ് ആയതുകൊണ്ടാണ്. അഥവാ ഇപ്പം ഇവിടെ വേറെയുള്ള ആൾക്കാർക്ക് PC സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, അത് ഈ PCയും കൂടി കൊടുത്തിട്ട് വേണം കൊടുക്കാനെന്നാണ് വിചാരിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് റിപ്ലൈ പിറ്റേ ദിവസമാണ് തരുന്നത്. എങ്ങനെയാണെങ്കിലും 1 വീക്ക് ടൈം വേണം ഷെയ്ക്കേ, വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ ആയിരുന്നു. 5 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് മെസ്സേജ് അയച്ചു, ഡേറ്റ് നോക്കിക്കോട്ടോ, 15-ാം തീയതി കഴിഞ്ഞ് 20-ാം തീയതി ഡേറ്റ്, PC എന്തായി വെച്ചു.
ഞാൻ എന്നിട്ട് ഇവൻ്റെ ഒരു നല്ലതിനും വേണ്ടിയിട്ട് പറഞ്ഞു, മാരി ഒരു കാര്യം പറയാണ്ട്, നീ എങ്ങനെ വേണേലും എടുത്തോ, നന്മക്കുണ്ണാവാൻ നോക്കുന്നൊന്നുമല്ല, അനാവശ്യ വള്ളികളിലൊന്നും നീ പോയി പെടാൻ നിൽക്കരുത്. ഇത് ഓൻ്റെ നല്ലത് ആലോചിച്ച് മാത്രം ഞാൻ പറഞ്ഞതാ, അല്ലാതെ അതിൽ വേറെ ഒരു നെഗോ ഒന്നുമില്ല. ഇല്ല ശരിക്കും അങ്ങനൊന്നുമില്ല. ഞാൻ ഒരു പി സി ബിൽഡാക്കാൻ കൊടുത്തിന്, അത് കിട്ടാനുള്ള താമസം. ഏത് പി സി പറഞ്ഞു, ഒരു രാജുഭായി സെറ്റാക്കി തരുന്നതാണ്, സ്പെക്ക് അറിഞ്ഞൂടാ. ഓ, അപ്പം ഞാൻ അപ്പോഴും എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞത്, അനാവശ്യ വള്ളികളിൽ പോയി വരാൻ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ അത് മറക്കണ്ട പറഞ്ഞു, ഒരിക്കലും ഇല്ലായിരുന്നു. അതിന് വേറെ കഥ ഉണ്ട് കേട്ടോ, ഇനി അതൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. അത് കഴിഞ്ഞ് പിന്നെ 20-ാം തീയതി കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്, എടാ പി സി എന്താ എടാ അർജൻറ്റാണ്, അത് കൊടുത്തിട്ട് വേണം ഇവന്മാരുടെ പി സി റെഡിയാക്കാൻ, അർജൻറ്റാണ്, നീ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്തതാ, നിന്റെ ഓൾഡ് ലാപ്പ് ഇല്ലേന്ന് ചോദിച്ചപ്പം ഞാൻ പുതിയ പി സി ഞാൻ കൊടുത്തില്ല, അതെങ്ങനെ വലിയ 2 ആഴ്ച എടുക്കുമെന്ന് പറഞ്ഞു. അത് പിന്നെ സംസാരിച്ച് 1.5 ആഴ്ച ആക്കിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും 1.5 ആഴ്ച കഴിക്കാൻ പറ്റത്തുള്ളൂ, കാരണം അത് അവർ ചെയ്ത് കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ, വേറെ ഇതൊന്നും ഇല്ല. ലാപ്പാണെങ്കിൽ ചേട്ടൻ്റെ ഇരിക്കുക, തലപ്പതിയൊക്കെ വരുന്നുണ്ട്. കൊണ്ടുപോയി. അപ്പം എന്തായാലും 1.5 ആഴ്ച കഴിഞ്ഞ് അയക്കാൻ പറ്റത്തുള്ളൂ. 1.5 ആഴ്ച കഴിഞ്ഞ് അയക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ പി സി ആണേ, എൻ്റെ പി സി ആണ്, അത് ഇവന് കളിച്ചോട്ടെ എന്ന് കരുതിയാണ്ട് കൊടുത്തതാ, മനസ്സിലായില്ലേ? ഇവൻ എങ്ങനെയും കളിച്ചുകാണ്ട് ഓൻ സെറ്റ് ആവട്ടെ, ഓന് പി സി ലാപ്ടോപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓൻ കളിച്ച് റെഡി ആയിക്കോട്ടെ എന്ന് കരുതിയാണ്ട് കൊടുത്തതാ. എടാ അങ്ങനെ പറയല്ലേ, ഈ വീക്കെൻഡ് ആകുമ്പോഴത്തേന് വേണം, നീ 2-3 ഡേയ്സ് എന്നല്ലേ പറഞ്ഞത്, അഥവാ 11-ാം തീയതി പറഞ്ഞിട്ട്, അല്ല 11-ാം തീയതി 12-ാം തീയതി പറഞ്ഞിട്ട് 1 വീക്കും 10 ദിവസവും 12 ദിവസവും കഴിഞ്ഞ്, മനസ്സിലായോ? നീ 2-3 ദിവസം അല്ലേ പറഞ്ഞു വെച്ചിട്ട്, ഇത് പറഞ്ഞിട്ട് ഇപ്പൊ 10 ഡേയ്സ് ആയി ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ വിട്ട പൈസ 10 ദിവസം എടുക്കും, കാരണം ഇനിയും 10 ദിവസം ഞാൻ എനിക്ക് ഉപയോഗിക്കുന്നത് തിങ്കളാഴ്ച കഴിഞ്ഞ് പിന്നെയും 10 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലാപ്പ് ചേട്ടന് കൊടുക്കുകയും ചെയ്തു. അപ്പം വേറെ ഉപയോഗിക്കാനൊന്നും എൻ്റെ ഇല്ല. അപ്പം എന്തായാലും ആ മറ്റേ പുതിയ പി സി വരും, 10 ദിവസങ്ങൾ എടുക്കും. അപ്പോൾ അത് വന്നാലേ പറ്റത്തുള്ളൂ, അതുവരെ എങ്ങനെയും വെയിറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ, ചോദിക്കാൻ വേറെ വഴിയില്ല. എൻ്റെ പി സിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. എന്താ ചെയ്യാ, ഇഷ്യൂ ഇല്ല. ഞാൻ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ കരുതി ഞാൻ വിട്ടതാ, എനിക്കതൊന്നും ഇഷ്യൂ ഇല്ലായിരുന്നു. ഇന്നലെ വിളിച്ചിട്ട് എന്നെ കുണ്ണേന്ന് നീ വിളിച്ചു, മനസ്സിലായ മാരി? നീ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞ, ഈകള് ഇതേപോലെ 1 മണിക്കൂറോളം നിന്റെ പ്രൂഫ് അടക്കം ലൈവിലിരുന്ന് കാണിച്ചു കൊടുത്ത് ഈകള് നീ ഹാക്കിട്ട് കളിച്ചിക്കണ് തൊലിച്ചിക്കണ് എന്നൊക്കെ പറഞ്ഞിട്ടും നിനക്ക് എക്സലാൻഡീസിൽ ബാന് കിട്ടാത്തത് അത് വാലിഡ് പ്രൂഫ് അല്ലാത്തതുകൊണ്ടല്ല. ഞാൻ എന്നൊരാളാ എമർജൻ്റെ അകത്തുണ്ടായതുകൊണ്ട് ഞാൻ ബ്രാവോനോട് കയ്യും കാലും പിടിച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കല്ലേ എന്നുള്ളൊരു സംഭവം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ ആ ഗ്യാങ്ങിൻ്റെ അകത്ത് കളിച്ചത്. അത് നിനക്ക് ഓർമ്മ ഉണ്ടായാൽ നിനക്ക് നന്ന്. ഇനി ഈ പറയുന്ന പോലെ ഗ്യാങ് സ്പ്ലിറ്റ് ആയ സമയത്തും മാരി എൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞപ്പം ബ്രാവോ തന്നെ പറഞ്ഞതാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാരിൻ്റെ ഹാക്കിൻ്റെ കേസ് ബാൻ അടിച്ച് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരിക്കണം ബ്രാവോനോട്, കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടെ ബ്രാവോ, ചുമ്മാ ഒരു പ്രശ്നത്തിന് പോകണ്ട, അവൻ കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബ്രാവോ വന്ന് ബ്രാവോൻ്റെ ലെവൽ പറഞ്ഞോളും. അത് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്തും നീ എനിക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിനക്കറിയാം. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ മാരി. ഞാൻ എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യാനും നിൻ്റെ കാര്യങ്ങൾ നല്ല രീതിക്ക് ആവണം എന്ന് കരുതിയിട്ട് മാത്രമേ ഞാൻ എല്ലാം നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഊമ്പിയ പരിപാടി ഉണ്ടല്ലോ, നിനക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 4 ആളെ സർക്കിളിൽ കിട്ടുമ്പം പൊന്തും, അവിടെയാണ് എനിക്ക് പേക്കണത്. ഈ ചരടുണ്ടല്ലോ, നിന്റെ ചരട് ആരാ വലിച്ചെന്ന് വെച്ചാൽ ഓലപ്പം ചങ്ങ് പോവും. അതാണ് എൻ്റെ കേസ്, പ്രശ്നം അതാണ്. കുറച്ചു നേരം ഞാൻ വലിക്കുകയാണെങ്കിൽ ജിൻ്റെ കൂടെ പോരും, കുറച്ചു നേരം ഇനി വേറെ ആരെങ്കിലും വലിച്ചാൽ ഓല ബാക്കിലങ്ങ് പോവും. പിന്നെ തലപതിൻ്റെ കേസ് ഈ പറയണേ, ഇന്നിപ്പോൾ രാജുഭായിൻ്റെ കോൺട്രവേഴ്സിയിൽ ഐ ആം ഗോയിങ് ടു ജോയിൻ ദ കോൺട്രവേഴ്സി, എനിക്ക് എതിരെ ഉള്ളതിനെല്ലാം ഞാൻ പറയും എന്ന് കുറിപ്പ് പറഞ്ഞപ്പോഴും വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം OC ആയിട്ട് പോകാൻ ഇപ്പോഴും നമ്മൾ ഒരാൾ OC ഒന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായ? ഒരാൾ OC ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങൾ ഇവർ ഈ അലിഗേഷൻസിനുള്ള പ്രൂഫാണ് ഈ കാണിച്ചു തരുന്നത്, അത്രേ ഉള്ളൂ. ഈ തലപതിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞുതരാം. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, വെയിറ്റ് ചെയ്യുക, അത് ഇതിപ്പോൾ ഇങ്ങനെ ബാക്ക് അടിച്ചാൽ കാണിച്ച മാരി നീ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. ഈകള് ഇതേപോലെ 1 മണിക്കൂറോളം നിന്റെ പ്രൂഫ് അടക്കം ലൈവിലിരുന്ന് കാണിച്ചു കൊടുത്ത് ഈകള് നീ ഹാക്കിട്ട് കളിച്ചിക്കണ് തൊലിച്ചിക്കണ് എന്നൊക്കെ പറഞ്ഞിട്ടും നിനക്ക് എക്സലാൻഡീസിൽ ബാന് കിട്ടാത്തത് അത് വാലിഡ് പ്രൂഫ് അല്ലാത്തതുകൊണ്ടല്ല. ഞാൻ എന്നൊരാളാ എമർജൻ്റെ അകത്തുണ്ടായതുകൊണ്ട് ഞാൻ ബ്രാവോനോട് കയ്യും കാലും പിടിച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കല്ലേ എന്നുള്ളൊരു സംഭവം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ ആ ഗ്യാങ്ങിൻ്റെ അകത്ത് കളിച്ചത്. അത് നിനക്ക് ഓർമ്മ ഉണ്ടായാൽ നിനക്ക് നന്ന്. ഇനി ഈ പറയുന്ന പോലെ ഗ്യാങ് സ്പ്ലിറ്റ് ആയ സമയത്തും മാരി എൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞപ്പം ബ്രാവോ തന്നെ പറഞ്ഞതാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാരിൻ്റെ ഹാക്കിൻ്റെ കേസ് ബാൻ അടിച്ച് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരിക്കണം ബ്രാവോനോട്, കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടെ ബ്രാവോ, ചുമ്മാ ഒരു പ്രശ്നത്തിന് പോകണ്ട, അവൻ കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബ്രാവോ വന്ന് ബ്രാവോൻ്റെ ലെവൽ പറഞ്ഞോളും. അത് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്തും
നീ എനിക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിനക്കറിയാം. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ മാരി. ഞാൻ എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യാനും നിന്റെ കാര്യങ്ങൾ നല്ല രീതിക്ക് ആവണം എന്ന് കരുതിയിട്ട് മാത്രമേ ഞാൻ എല്ലാം നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഊമ്പിയ പരിപാടി ഉണ്ടല്ലോ, നിനക്ക് എന്താന്ന് വെച്ചാൽ ഈ ഒരു 4 ആളെ സർക്കിളിൽ കിട്ടുമ്പം പൊന്തും. അവിടെയാണ് എനിക്ക് പേക്കണത്. ഈ ചരടുണ്ടല്ലോ, നിന്റെ ചരട് ആരാ വലിച്ചെന്ന് വെച്ചാൽ ഓലപ്പ അങ്ങ് പോവും. അതാണ് എൻ്റെ കേസ്. പ്രശ്നം അതാണ്. കുറച്ചു നേരം ഞാൻ വലിക്കുകയാണെങ്കിൽ ജിൻ്റെ കൂടെ പോരും, കുറച്ചു നേരം ഇനി വേറെ ആരെങ്കിലും വലിച്ചാൽ ഓല ബാക്കിൽ അങ്ങ് പോവും. അത് മാറ്റിയ എൻ്റെ ലൈഫിൽ എനക്ക് നല്ലത്. എനിക്കത്രേ പറയാനുള്ളൂ. പിന്നെ ഇന്നലെ പിന്നെ ഇനി കുണ്ണേന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏത് വള്ളപ്പുറത്തേക്കാരെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഞാനതൊന്നും വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിന്റെ ഈ പറഞ്ഞ പോലെ ബാനും ആണെന്നുണ്ടെങ്കിൽ ബ്രാവോ, ബാനായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കോ. എനിക്ക് വേറെ ഒന്നും പറയാല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാനായിങ്ങാണ്ട് തന്നെ എനിക്ക് അവിടെ എക്സലാൻറ്റീസിൽ അടിച്ചു കിട്ടും. അതെനിക്ക് ഇപ്പോൾ 250% ഉറപ്പ് വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? പിന്നെ തലപതിൻ്റെ കേസ് ഈ പറയണേ, ഇന്നിപ്പോൾ രാജുഭായിൻ്റെ കോൺട്രവേഴ്സിയിൽ ഐ ആം ഗോയിങ് ടു ജോയിൻ ദ കോൺട്രവേഴ്സി, എനിക്ക് എതിരെ ഉള്ളതിനെല്ലാം ഞാൻ പറയും എന്ന് കുറിപ്പ് പറഞ്ഞപ്പോഴും വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഓസി ആയിട്ട് പോകാൻ ഇപ്പോഴും നമ്മൾ ഒരാൾ ഓസി ഒന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഒരാൾ ഓസി ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങൾ ഇവർ ഈ അലിഗേഷൻസിനുള്ള പ്രൂഫാണ് ഈ കാണിച്ചു തരുന്നത്. അത്രേ ഉള്ളൂ. ഈ തലപതിൻ്റെ കേസിൽ ഇനി ഞാൻ പറഞ്ഞുതരാം. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, വെയിറ്റ് ചെയ്യുക, അത് ഇതിപ്പോൾ ഇങ്ങനെ ബാക്ക് അടിച്ചാൽ കാണിച്ചാൽ അലക്സ് എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. ക്വാർട്ടറിന് ശേഷം പിന്നെ ഒരു തമിഴ് പ്ലെയർ നമ്മളെ ഗ്യാങ്ങിൽ കളിക്കണ്ടെന്ന്, MRCയിൽ നമ്മൾ കളിക്കണ്ടെന്ന് ഓൾറെഡി വിചാരിച്ചതായിരുന്നു. അതുകൊണ്ട് ഈ തലപതിൻ്റെ കേസ് പറഞ്ഞു വരുമ്പോഴൊക്കെ ഞാൻ വേണ്ട തമിഴ് പ്ലേയേഴ്സ് വേണ്ടെന്നാണ് ഞാൻ കംപ്ലീറ്റ്ലി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് അലക്സ് എന്നോട് പറഞ്ഞു അവൻ അവിടുന്ന് വിളിക്കുന്നുണ്ട്, പിന്നെ അവൻ ഇവിടെ കയറാനാണ് ഇൻട്രസ്റ്റ്. ശരിക്കും നല്ല പ്ലെയറാണ്. ഞാൻ TDM ഇതേമാതിരി 1v1 കളിച്ചിട്ടുള്ളതിൽ വെച്ച് ആകെ ഈ പറഞ്ഞ പോലെ ടൈ ആയി നിന്നത്, അഥവാ TDMൽ 1v1 അലക്സ് കളിച്ചിട്ട് ടൈ ആയി നിന്ന ഒരേ ഒരു പ്ലെയർ അത് തലപതി മാത്രമാണ്. നന്നായി കളിക്കും എന്നുള്ള രീതിക്ക് അലക്സ് പറഞ്ഞതുകൊണ്ടാണ് എന്നാൽ ഹോൾഡ് നോക്കാം എന്നുള്ളത് പറഞ്ഞത്. അല്ലാതെ VHൽ കയറുന്നുണ്ടെങ്കിൽ VHൽ കയറാൻ സമ്മതിക്കരുത്, തലപതിനെ ഇവിടെ എടുക്കണം, VH അങ്ങാനും പൊന്തിയാലോ, VH വളരാൻ സമ്മതിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലൊന്നും ഞാൻ ഒരു കുണ്ണാളോടും പറഞ്ഞിട്ടില്ല. അതിൻ്റെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. മനസ്സിലായോ? അവിടെ ഏത് പ്ലെയറിനെടുത്താലും എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല. അവിടുത്തെ കാര്യത്തിനെ പറ്റി ഇടപെടാനും ഞാൻ വന്നിട്ടില്ല. ഒരാളേറ്റും ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഒന്നും ഞാൻ വന്നിട്ടില്ല. കാരണം എനിക്ക് ഇന്ന് ഈ ഗ്യാങ്ങിൽ ഇഷ്ടം പോലെ നല്ല പ്ലേയേഴ്സിന് എനിക്ക് കിട്ടാണ്ട്, ഇഷ്ടം പോലെ. ഞാൻ വിളിക്കും കൂടി വേണ്ട, വിളിക്കാതെ തന്നെ വരാൻ നിൽക്കണ ഇഷ്ടം പോലെ പ്ലേയേഴ്സ് എനിക്കുണ്ട്. DM കാണിച്ചു തരണോ ഇൻസ്റ്റഗ്രാം? അവിടെ പ്ലേയേഴ്സിനെ ചിലപ്പോൾ കിട്ടാൻ റിസ്ക് ഉണ്ടാവും. ഇവിടെ എന്തായാലും അതില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന തലപതി എന്ന് പറയുന്ന പ്ലെയർ മാഫിയയിൽ കളിച്ച പ്ലെയറാണ്. ഈ മാഫിയയിൽ കളിച്ച പ്ലെയർ ഇതേപോലെ എന്താ പറയുക, തലപതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് രാജുഭായിൻ്റെ ഒക്കെ വിചാരം എന്താ വെച്ചാൽ ഞാൻ അവിടെ കയറാൻ നോക്കിയതുകൊണ്ട് തലപതിനെ കൊളാക്കി എന്നാണ് രാജുഭായിൻ്റെ വിചാരം. ഇതല്ല എന്ന് ഞാൻ പലവട്ടം ഞാൻ രാജുഭായിനോട് പറഞ്ഞതാണ്. എന്നിട്ട് രാജുഭായി അത് വിശ്വസിച്ചിട്ടില്ല.